വയനാടൊക്കെ ആദ്യമായിട്ട് വരുന്നല്ലേ? ആദ്യമായിട്ട് വരുന്നല്ലേ? അപ്പോൾ ഈ യാത്ര ഒരു അനുഭവങ്ങളുണ്ടോ? എല്ലാം ഒന്ന് ചുരുക്കി പറയാൻ പറ്റുമോ? എന്തെല്ലാം സ്ഥലങ്ങൾ കണ്ടു? ഏതെല്ലാം സ്ഥലത്ത് പോയി? വയനാട് എന്ന പ്രദേശം ഒരു ആദിവാസി മേഖലയാണ്. അതെ, ഫോറസ്റ്റും അങ്ങനെയുള്ള ഒരു ആദിവാസി മേഖലയാണ്. നമ്മളെ യുവ വിദ്യാർത്ഥികൾക്ക് പഠിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ വയനാട്ടിലുണ്ട്. പിന്നെ നമ്മൾ ആദ്യം പോയത് ഊരുന്നിലെ ഒരു സ്ഥലത്തേക്ക് പോയത്. ആ ഊരുന്നിലെ സ്ഥലത്തേക്ക് പോകുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ പഴയ വയനാട്ടിൻ്റെ ആദിവാസികളുടെ പഴയ കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. മുറം, അതുപോലെയുള്ള അമ്പ്, അങ്ങനെയുള്ള ഇതാണുള്ളത്. ആ ഒരു വിദ്യാർത്ഥികൾക്ക് പഠിക്കേണ്ടതായ ഒരു സംവിധാനമാണ് അവിടെ ഗവൺമെൻറ്. ചിലപ്പോൾ ഗവൺമെൻറ് എനിക്കറിയില്ല. അത് എന്നൂരിൽ നിന്നുള്ള സ്ഥലം എന്ന് വെച്ചാൽ വയനാട്ടിലെ പൈതൃകമായ കാഴ്ചകളാണ് ആ സ്ഥലത്ത്. എൻ്റെ വീട് ഊര് എന്ന് പറഞ്ഞ സ്ഥലം വീട് എന്നാണ് അതിൻ്റെ അർത്ഥം. അവരുടെ ഭാഷയിൽ ഊര് എന്നത് വീട് എന്നാണ്. ആ ഒരു അർത്ഥം വരുന്നത്. എൻ്റെ വീട് എൻ്റെ പഴയ നമ്മുടെ വീടിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്നൂരിൻ്റെ സ്ഥലമുള്ളത്. എന്നൂര് എന്നാണ് സ്ഥലത്തിൻ്റെ പേരെന്നത് എനിക്കറിയില്ല. അത് കൃത്യമായിട്ട് അറിഞ്ഞാൽ എന്നൂരായിരിക്കും അത്. ആ ഒരു സ്ഥലത്ത് പോകണം. പിന്നെ നമ്മൾ എടക്കൽ ഗുഹ, അതുപോലെ പഴയ ബ്രിട്ടീഷ് സാമ്രാജ്യ അല്ലെങ്കിൽ നമ്മളെ കേരളം ഉണ്ടായ സമയത്ത് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരുപാട് കൊച്ചു രാജ്യങ്ങളായിട്ട് തിരിഞ്ഞ സമയത്ത് യുദ്ധങ്ങൾ ചെയ്യാനും ആ യുദ്ധങ്ങളിൽ മറ്റ് ഒളിത്താവളമായിട്ട് അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലങ്ങളായിട്ട് ഗുഹകൾ. എടക്കൽ ഗുഹ എന്ന സംഭവം നമ്മൾ പോയിട്ട് കാണണം. എന്നുവെച്ചാൽ അത്രയും എത്രയോ ഉയരങ്ങളിൽ ഉള്ള പാറക്കെട്ടിൽ അതിൻ്റെ അടിക്കാന്ന് ഈ ഗുഹയുള്ളത്. ശരിക്കും ഒളിത്താവളം എന്ന് ശരിക്കും പറയാം. നമ്മളിപ്പോൾ പറയുമ്പോൾ ഒളിത്താവളം എന്ന രീതിക്ക് തന്നെ പറയാത്. ആ ഗുഹകളെല്ലാം പോയിട്ട് കാണണം. അത് വളരെ മനോഹരമായിട്ടൊരു കാഴ്ചയാണ്. പിന്നെ നമ്മൾ പോട്ടെങ്കിൽ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു അണക്കെട്ടാണ് നല്ലത്. എന്ന് വെച്ചാൽ നമ്മളെ ബാണാസുര അല്ലേ? അല്ലല്ല, ബാണാസുരത്തിലെ അണക്കെട്ട് മണ്ണ് കൊണ്ടുണ്ടാക്കിയത്. മണ്ണ് ഉണ്ടാക്കിയിട്ട് അത് പോയി കണ്ടാലേ പറയാൻ പറ്റും. അതൊരു ഒരു ടെക്നിക്കൽ പരമായിട്ടുള്ള ഒരു സംവിധാനമാണ് അത്. നമുക്ക് ഇന്ന് തന്നെ നമുക്ക് അങ്ങനത്തെ ഒരു അണക്കെട്ട് ഉണ്ടാക്കാം. അത്രയും ഒരു വിഷമാണ്. സിമെന്റും കമ്പിയും ഒന്നും ഇല്ലാണ്ട് വെറും മണ്ണ് കൊണ്ട് മണ്ണ് ഉണ്ടാക്കി ആക്കിയിട്ടുള്ള അണക്കെട്ടാണ്. അതൊക്കെ നമ്മൾ പോയി കാണണം. പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ ദുരന്തമായി ബന്ധപ്പെട്ട് 2024 ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട സ്ഥലങ്ങളുണ്ട്. അതൊക്കെ പോയി കാണണം. അതൊരു അത്ഭുതം. ആ ഒരു 2024 ദുരന്തത്തിൽ ഒരു മലയടക്കം വന്നിട്ട് ഒരു കണ്ണി ചിമ്മി തുറക്കുന്ന സമയം കൊണ്ട് കുറേ ജീവിതങ്ങൾ നമ്മൾക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ദുരന്തത്തിൻ്റെ യഥാർത്ഥമായ കാഴ്ച നമുക്ക് നമ്മൾ ചാനലുകളിൽ പത്രത്തിലെ വായിച്ചിലെ അവനുഭവം നമുക്ക് ഉണ്ടാവും. അല്ല, അങ്ങനെ ഉണ്ടാവില്ല. എല്ലാവർക്കും അകത്തേ ഉണ്ടാവുമല്ലോ. എത്രത്തോളം ഉണ്ട് നമുക്ക് അത്ര പറയാൻ പറ്റില്ല. അപ്പോൾ എത്രത്തോളം കല്ലുകളും മണലുകളും പിന്നെ വീടുകളൊക്കെ ഒരു നിമിഷം കൊണ്ട് അല്ലേ നമ്മളെ ഒരു 2, 5, 3, 4, 5 കിലോമീറ്ററിനുള്ളിൽ നിന്ന് ഒരു കണ്ണിന് ചിമ്മി തുറക്കുന്ന സമയത്തിൽ ആ പാറക്കഷ്ണങ്ങളിലെത്തിയിട്ട് എത്രയോ കുടുംബങ്ങൾ ജീവിതങ്ങൾ നഷ്ടപ്പെട്ട സ്ഥലങ്ങളാണ്. നമ്മൾ നേരിൽ പോയി കണ്ടാലേ അതെല്ലാം നമുക്ക് അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. TV-യിലും ചാനലും കാണുന്ന പാട്ടിൽ നമുക്ക് ചിലപ്പോൾ അത്രയും ഉൾക്കൊള്ളാൻ നമുക്കില്ല. അതൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഞങ്ങൾ കോഴിക്കോടുകാർ തീരുമാനിച്ചത്. അത് വളരെ സക്സസ് ആയിരുന്നു. അത് എന്തായാലും പോയിട്ട് കാണേണ്ട ഒരു അവസ്ഥ തന്നെയാണ്. നമ്മൾ പോയി കണ്ടാലേ നമുക്കത് നേരിട്ട് കണ്ടാലേ നമുക്കത് അതിൻ്റെ എത്രത്തോളം അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ സർക്കാർ ചെയ്ത ഒരു ടൗൺഷിപ്പിൻ്റെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരു ചെറിയൊരു വീടിന് ചെറിയ വിള്ളൽ വന്നു നമ്മൾ പത്രങ്ങൾ വായിച്ചില്ലേ? നമ്മളെല്ലാവരും വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും പത്രങ്ങളിൽ. പക്ഷെ ആ ഒരു വീടിന് ഒരു വിള്ളൽ 410 വീടുകൾ ഒരു ഗവൺമെൻറ് ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ് കെട്ടിക്കൊടുക്കുമ്പോൾ ഒരു വീടിന് ചെറിയ വിള്ളൽ വരുമ്പോൾ ആ വിള്ളലിനെ പ്രകീതീകരിച്ചുകൊണ്ട് അല്ലെ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു കൊച്ചു സർക്കാരിനെ ലോക സമൂഹത്തിലെ ഇരട്ടി കാണിക്കുന്നു. ലോക സമൂഹത്തിൽ എത്രയും സ്വർണ്ണ
സ്വർണ്ണ ലിപികളിൽ എഴുതി കൊടുക്കേണ്ട ഒരു മുഹൂർത്തത്തിൽ നമുക്ക് എല്ലാവരും ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, നമ്മുടെ സംസ്ഥാനം ഒരു കൊച്ചു കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു കൊച്ചു സംസ്ഥാനമായ കേരളം ചെയ്ത ഒരു പ്രവർത്തനമാണ്. ഒരു കൊച്ചു സംസ്ഥാനം ചെയ്തത് ലോക മാതൃകയാണ്. ലോക റെക്കോർഡുകളിൽ സ്വർണ്ണ ലിപികളിൽ തങ്ക ലിപികളിൽ എഴുതി വെക്കേണ്ട ഒരു പ്രവർത്തനമാണ് ഈ ടൗൺഷിപ്പ് അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തങ്ക ലിപികളിൽ എഴുതി വെക്കേണ്ട ഇതാണ് പ്രവർത്തനമാണ്. അപ്പോൾ അതിനെ ഉയർത്തി കാണിക്കുമ്പോൾ ആ ഇകഴ്ത്തി കാണിക്കുന്നതിനെ നേരിൽ പോയി കണ്ട് അതിന് സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പരമാവധി പറ്റുമ്പോൾ പോകണമെന്നാണ് നമ്മളെ മൗക്കോട് എന്ന നിവാസികൾ നമ്മളെല്ലാവരും പോയി കാണും. ഏകദേശം ഈ ടൗൺഷിപ്പ് പൂർത്തിയാകുന്നതോടുകൂടി മൗക്കോട് നാട്ടിലെ മുഴുവൻ ആൾക്കാരും വയനാട്ടിലേക്ക് എത്തും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത്രയും പറയാം, കണ്ടതിൽ വെച്ച് ഉള്ളിൽ കയറുമ്പോൾ നല്ല അടിപൊളിയാണ്. എല്ലാ സൗകര്യങ്ങളും വീട്ടിൻ്റെ ഉള്ളിലുണ്ട്. എല്ലാ പുറത്തുനിന്ന് കേൾക്കുന്ന മാതിരിയുള്ള സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല. അടിപൊളിയാണ്. അങ്ങനെ വിള്ളൽ അങ്ങനത്തെ ഒന്നും കാണുന്നില്ല. നമ്മുടെ കണ്ടതിൽ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. പുറത്തുനിന്ന് കാണുന്നതിനെക്കാട്ടി ഉള്ളിൽ കയറുമ്പോൾ ഒന്നുകൂടി ഭംഗിയാണ്. സൗകര്യം നല്ല അടിപൊളിയാണ്. ഓക്കെ.